തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ രണ്ടാം ദിനത്തിൽ വോട്ടർമാരെ നേരിട്ട് കണ്ട് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ സതീഷ് ചന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചിരുന്നു. ഭൂരിപക്ഷത്തിൽ വർധനയുണ്ടാകുമെന്നും പെരിയ ഇരട്ടക്കൊലപാതകം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നും അദ്ദേഹം മീഡിയ വണ്ണിനോട് പറഞ്ഞു. CPM സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച ഉടനെ തന്നെ തന്റെ പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ് കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. അദ്ദേഹത്തിന്റെ രണ്ടാം ദിന പ്രചാരണം ഇന്ന് പുരോഗമിക്കുകയാണ്. കാഞ്ഞങ്ങാടാണ് അദ്ദേഹം ഇന്ന് പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അതിന്റെ വിശേഷങ്ങളുമായി മീഡിയ വണ്ണൊപ്പം അദ്ദേഹം ചേരുന്നു. എങ്ങനെയാണ് പ്രചാരണം പുരോഗമിക്കുന്നത്? കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി കഴിഞ്ഞ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് വരെ UDFന്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ ഏതാണ്ട് ഒരു 3000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് UDFന്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി. കഴിഞ്ഞ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പോടുകൂടിയാണ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി രാഷ്ട്രീയ ഭൂപടം മാറിയത്. മുനിസിപ്പാലിറ്റി LDF വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലും ആ വിജയം ആവർത്തിച്ചു. ഈ മുനിസിപ്പാലിറ്റിയിൽ ഇന്ന് വ്യത്യസ്ത തുറകളുള്ള ജനങ്ങളെ കണ്ടപ്പോൾ വലിയ പ്രതികരണമാണ്. LDFന് അനുകൂലമായ വലിയ പ്രതികരണമാണുള്ളത്. രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രമല്ല, LDF ഗവൺമെൻറ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ. ഇപ്പോൾ തന്നെ നമ്മൾ ഈ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ മത്സ്യ മാർക്കറ്റിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ മത്സ്യ മാർക്കറ്റ് LDF മുനിസിപ്പാലിറ്റി ഭരിക്കുന്നതിന് മുമ്പ് LDFന്റെ ചെയർമാനായി CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം രമേശൻ മുനിസിപ്പാലിറ്റി ചെയർമാൻ ആവുന്നതിന് മുമ്പുള്ള മത്സ്യ മാർക്കറ്റും ആയതിനു ശേഷമുള്ള മത്സ്യ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾ നേരിട്ട് കാണുകയാണ്. കാഞ്ഞങ്ങാട്ടെ KSTP റോഡ് അതൊരു മഹാത്ഭുതമാണ്. 5 വർഷത്തിന് മുമ്പ് കാഞ്ഞങ്ങാട് നിന്ന് നാട് വിട്ടുപോയ ഒരാൾ പെട്ടെന്ന് തിരിച്ചു വന്ന് ഇവിടെ ഇറങ്ങിയാൽ കാഞ്ഞങ്ങാടെന്ന് പറയില്ല, ബാംഗ്ലൂർ നഗരം എന്ന് പറയും. അപ്പോൾ കാഞ്ഞങ്ങാട് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാരിൻ്റെ വികസന പ്രവർത്തനത്തിൻ്റെ ഒരു തിലകക്കുറി, വലിയ മാതൃകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ നാനാവിഭാഗം ജനങ്ങൾ ഇന്ന് രാവിലെ മുതൽ 8 മണി മുതൽ പോയപ്പോൾ കാസർഗോഡ് സ്ഥാനാർത്ഥി സതീഷ് ചന്ദ്രന്റെ പ്രതികരണമാണ് കണ്ടത്.